فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم عباد الله وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ഏറ്റവും സ്നേഹധരണീയരായ വിശ്വാസിനി സഹോദരങ്ങളെ, നാം ഇവരെയും സൃഷ്ടിച്ച് പരിപാലിച്ച് സംവിധാനിച്ച് നമുക്കെല്ലാം ആവശ്യമുള്ളതും അതിലധികവുമായിട്ടുള്ള അനുഗ്രഹങ്ങൾ എല്ലായ്പ്പോഴും നമ്മളുടെ മേൽ വർഷിച്ച് ഇനി അവൻ ഉദ്ദേശിക്കുമ്പോൾ നമ്മളെയെല്ലാം അവങ്കലേക്ക് തന്നെ മടക്കുവാൻ കഴിവുള്ളവനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ പരമാവധി കാത്തു സൂക്ഷിക്കണമേ എന്ന് ആമുഖമായി ആദ്യം എന്നെയും ശേഷം നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരിക്കൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരു പ്രധാനപ്പെട്ട യോഗം വിളിച്ചു കൂട്ടുന്നു. കിബാറു സ്വഹാബയുണ്ട്, വലിയ വലിയ സ്വഹാബാക്കളെ കൂട്ടത്തിലുണ്ട് ഉമർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബാക്കൾ. പുതിയ ഒരു പ്രശ്നം ഉടലെടുത്തിട്ടുണ്ട്. ആ പ്രശ്നത്തിൽ പരിഹാരം കാണണം, അതിനൊരു പ്രതിവിധി വേണം. അതാണ് വിഷയം. വിഷയം എന്താണെന്ന് വെച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം പുതിയ ചില ചിന്താധാരകൾ ഉടലെടുത്തിരിക്കുകയാണ്. അതിൽപ്പെട്ട ഒന്നാണ്, ഒരാൾ താൻ നബിയാണെന്ന വാദവുമായി വന്നിരിക്കുകയാണ്. മുസൈലിമ എന്ന പേരുള്ള. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി, ഇനി സക്കാത്ത് ഞങ്ങൾ കൊടുക്കുകയില്ല, കാരണം സക്കാത്ത് ഞങ്ങൾ കൊടുത്തത് നബിക്കാണ്, ഇനി നബിയില്ല, അതുകൊണ്ട് സക്കാത്തും വേണ്ട എന്ന മറ്റൊരു വാദം. ഇങ്ങനെ പല വാദങ്ങളുമായി ആളുകൾ വരികയാണ്. അപ്പോൾ ഇതിനോടെല്ലാം നമ്മൾ എന്തു നിലപാടെടുക്കണം എന്നാണ് യോഗത്തിൽ പ്രധാനമായിട്ടും തീരുമാനിക്കണം. അങ്ങനെ സ്വഹാബാക്കളിൽ പലരും അവരോട് യുദ്ധം ചെയ്യണം എന്ന നിലപാടുകാരായിരുന്നു. കാരണം അവർ നിഷേധിച്ചിട്ടുള്ളത് സക്കാത്തിനെയാണ്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, കൈഫ തുഖാതിൽ മൻ ഷഹിദ അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹ് അല്ലാതെ ആരാധനക്ക് അർഹനായി മറ്റാരുമില്ല എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ അതിന് സാക്ഷികളായിട്ടുള്ള മുസ്ലിങ്ങളായിട്ടുള്ളവരെ, അതുപോലെ മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് വിശ്വസിക്കുന്ന ആളുകളോട് എങ്ങനെ യുദ്ധം ചെയ്യും? അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു എല്ലാവരുടെ അഭിപ്രായ പ്രകടനങ്ങൾക്ക് ശേഷം എഴുന്നേറ്റു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വചനം ഉദ്ധരിച്ചു, ഇന്നാ ഖദ് ഉമിർന അൻ നുഖാതില الناس حتى يشهدوا ان لا اله الا الله وان محمدا رسول الله فاذا فعلوا ذلك عصموا منا دماءهم واموالهم الا بحقها. ലാ ഇലാഹ ഇല്ലല്ലാഹും മുഹമ്മദ് റസൂലുള്ളാഹിയും അംഗീകരിക്കുന്നത് വരെ അവരോട് യുദ്ധം ചെയ്യപ്പെടുവാൻ എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വചനം ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം ചോദിക്കുകയാണ്, അലൈസത്തി സകാത്തു മിൻ ഹഖ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഹക്കിൽ പെടുന്നതല്ലേ സകാത്ത് എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം നിലപാടെടുക്കുന്നു, വല്ലാഹി ലാ ഉഖാതിലന്ന മൻ ഫറഖ ബൈന സ്വലാ വസ്സകാ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം കേട്ടതോടുകൂടി പല സഹാബാക്കളും കരുതിപ്പോയി, ശരിയാണ്, അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചവരാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിച്ചവരാണ്. എങ്ങനെയാണ്
സക്കാത്ത് നിഷേധിക്കുന്നതിന്റെ പേരിൽ അവരോട് യുദ്ധം ചെയ്യാൻ സാധിക്കുക എന്ന് പലരും അഭിപ്രായപ്പെട്ടു. അവരുടെ അഭിപ്രായങ്ങൾ മാറിപ്പോയി. പക്ഷേ അബൂബക്കർ റളിയല്ലാഹു അൻഹു അവസാനം ഒരു കാര്യം ഖണ്ഡിതമായി പറയുകയാണ്, വല്ലാഹി ലഉഖാതിലന്ന മൻ ഫറഖ ബൈന സ്വലാ വസ്സക്കാ. നമസ്കാരത്തിന്റെയും സക്കാത്തിന്റെയും ഇടയിൽ അതിന് രണ്ടിനിടയിൽ വേർതിരിവ് കണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവനോട് ഉറപ്പായിട്ടും അള്ളാഹുവാണ് സത്യം, ഞാൻ യുദ്ധം ചെയ്യുക തന്നെ ചെയ്യും. ഇനി അള്ളാഹുവിന്റെ റസൂലിന് ഒരു ഒട്ടകത്തിന്റെ മൂക്ക് കയറാണ് അവർ സക്കാത്തിന്റെ ഇനത്തിൽ കൊടുത്തിരുന്നത് എങ്കിൽ പോലും അത് കിട്ടിയിട്ടില്ലെങ്കിലും അതിനു വേണ്ടിയിട്ടും ഞാൻ യുദ്ധം ചെയ്യും ഇൻഷാ അള്ളാഹ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു തന്റെ നിലപാട് വ്യക്തമാക്കുകയാണ്. അങ്ങനെ ആ യുദ്ധം സംഭവിക്കുകയാണ്. ചരിത്രം പഠിച്ച് നമുക്ക് അറിയാം, ഹുറൂബ് റിദ്ദ എന്ന പേരിൽ അങ്ങനെ ഒരു യുദ്ധം സംഭവിക്കുന്നു. മുസ്ലിം നാമധാരികളായിട്ടുള്ള എന്നാൽ അതേസമയം സക്കാത്തിനെ നിഷേധിക്കുന്ന സംഘം മറുവശത്തും സഹാബാക്കൾ മുഴുവനും ഇപ്പുറത്തെ വശത്തും നിന്നുകൊണ്ട് യുദ്ധം ചെയ്യുന്നു. ആ യുദ്ധത്തിൽ ഒരുപാട് പേർ കൊല്ലപ്പെട്ടു. മുസൈലിമ അടക്കം കൊല്ലപ്പെടുന്നു. ആ യുദ്ധത്തിൽ ഒരുപാട് സ്വഹാബാക്കൾ, ഹാഫിളുകളായിട്ടുള്ള സ്വഹാബാക്കൾ ഷഹീദുകളാവുന്നു. അങ്ങനെയാണ് ഇസ്ലാമിൽ ഖുർആനിന്റെ ജംഅ നടക്കുന്നത്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ നിർദ്ദേശപ്രകാരം ഖുർആൻ ക്രോഡീകരണമെല്ലാം നടക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമസ്കാരത്തിന്റെ പോലെയുള്ള ആ ഒരു ഗൗരവം സക്കാത്തിന് നമ്മൾ കാണണം എന്നുള്ളത് തന്നെയാണ്. നമസ്കാരത്തിന് നമ്മൾ എന്ത് ഗൗരവമാണ് കാണുന്നത്? ബൈനൽ അബ്ദി വബൈനൽ കുഫ്രി തർക്കുസ് സ്വലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വചനം വളരെ കൃത്യമാണ്. ഒരടിമയ്ക്കും കുഫ്രിനും ഇടയിലുള്ളത് നമസ്കാരം ഒഴിവാക്കലാണ്. നമസ്കാരം ഒഴിവാക്കിയാൽ പിന്നെ അയാൾക്ക് മുസ്ലിം എന്ന് അവകാശപ്പെടുവാൻ ന്യായമായും അർഹതയില്ല. അങ്ങനെ ഇരിക്കെ ആ നമസ്കാരത്തോടൊപ്പം അള്ളാഹു ചേർത്തു പറഞ്ഞ പരിശുദ്ധ ഖുർആനിൽ 40-ലധികം ഇടങ്ങളിൽ വഅഖീമുസ്സലാത്ത വആതുസ് സക്കാ എന്ന് ചേർത്തു പറഞ്ഞിരിക്കുന്നു അള്ളാഹു. ഇനി അങ്ങനെയൊന്നുമില്ലെങ്കിൽ പോലും റുക്നുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ 5 സ്തംഭങ്ങളിൽ മൂന്നാമത്തേതായിട്ടുള്ള സക്കാത്ത്, ഇത് ഏതെങ്കിലും ഒരു സ്തംഭം നഷ്ടപ്പെട്ടാൽ പിന്നെ ഇസ്ലാം ഇല്ല. അങ്ങനെയുള്ള ആ സക്കാത്ത്, അതിന്റെ ഗൗരവം തീർച്ചയായിട്ടും നമ്മൾ അതിൻ്റെതായിട്ടുള്ള ഗൗരവത്തിൽ തന്നെ നമ്മൾ കാണേണ്ടതുണ്ട് എന്നുള്ളതെല്ലാമാണ് ഈ സംഭവത്തിലൂടെയെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ അബൂബക്കർ റളിയല്ലാഹു അൻഹു എടുത്ത നിലപാടിനെ പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹു പ്രശംസിക്കുന്നുണ്ട്. ഞാനിപ്പോൾ മനസ്സിലാക്കുകയാണ്, അബൂബക്കറിന്റെ നിലപാടായിരുന്നു ശരി. അല്ലാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തിന് ആ യുദ്ധത്തിലേക്ക് ഹൃദയവിശാലത നൽകിയതാണ് എന്ന് എനിക്ക് മനസ്സിലായി എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പിന്നീട് പറയുന്നുമുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, സക്കാത്ത് കൃത്യമായി നമ്മൾ പഠിക്കണം. വർഷത്തിൽ ഒരിക്കൽ മാത്രമേ നമുക്കത് നൽകേണ്ടതുള്ളൂ. വളരെ ചെറിയ ഒരളവ് മാത്രമേ അതുള്ളൂ. പല ആളുകളും സക്കാത്തിനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. റമദാൻ മാസത്തിൽ പാവപ്പെട്ട സാധുക്കൾ നമ്മളുടെ വീട്ടിൽ വരുമ്പോൾ അവർക്ക് എന്തെങ്കിലും ചെറിയ തുക കൊടുത്തു വിടുന്നതാണ് സക്കാത്ത് എന്ന് മനസ്സിലാക്കിയ ആളുകളുണ്ട്, തെറ്റിദ്ധരിച്ചവരുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് സക്കാത്ത്? ഹക്കുൻ വാജിബ്, ഇതൊരു വാജിബായിട്ടുള്ള ഹക്കാണ് സക്കാത്ത്. ഫിമാൽ, നമ്മളുടെ സമ്പത്തിലുള്ള ഒരു വാജിബായിട്ടുള്ള ഹക്കാണത്. അത് അവകാശമാണ്. മറ്റൊരാൾക്ക് നമ്മളുടെ സമ്പത്തിലുള്ള അവകാശമാണ് യഥാർത്ഥത്തിൽ സക്കാത്ത്. ബിശുറൂത്തിൻ, അതിന് ചില നിബന്ധനകളുണ്ട്. ഇതെല്ലാമാണ് നിബന്ധന എന്നുള്ളത് ഇൻഷാ അല്ലാഹ് നമ്മൾ വഴിയെ സൂചിപ്പിക്കുന്നു. ലിത്വാഇഫത്തിൻ മുഅയ്യന, അതൊരു പ്രത്യേക വിഭാഗക്കാർക്കാണ്. എല്ലാവർക്കും സക്കാത്ത് കൊടുക്കാൻ കഴിയില്ല. മുസ്ലിങ്ങൾക്ക് മാത്രമേ സക്കാത്തുള്ളൂ. അതുപോലെ തന്നെ മുസ്ലിങ്ങളിൽ എല്ലാ ധനികർക്കും അങ്ങനെ എല്ലാവർക്കും സക്കാത്തില്ല. ഇന്നമ സ്വദഖാത്തു ലിൽ ഫുഖറാഇ വൽ മസാകീൻ എന്ന് തുടങ്ങുന്ന സൂറത്ത് തൗബയിലെ ആയത്തിൽ 8 വിഭാഗം ആളുകളെ അതിനെക്കുറിച്ച് പറയുന്നുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേക വിഭാഗം ആളുകൾക്ക്, നമ്മളുടെ സമ്പത്തിൽ നിന്നുമുള്ള, മുസ്ലിങ്ങളിൽപ്പെട്ട ഒരു പ്രത്യേക വിഭാഗം ആളുകൾക്ക് നമ്മളുടെ സമ്പത്തിൽ നിന്നുമുള്ള ഒരു അവകാശമാണ് യഥാർത്ഥത്തിൽ ചില നിബന്ധനകളോട് കൂടി ഉള്ള അവകാശമാണ്. വഫീ വഖ്തിൻ മഅലൂം, അതിനൊരു കൃത്യമായ സമയവുമുണ്ട്. എല്ലാ ആഴ്ചയും സക്കാത്ത് കൊടുക്കണ്ട, എല്ലാ മാസവും കൊടുക്കണ്ട, അല്ലെങ്കിൽ 6 മാസം എത്തുമ്പോൾ കൊടുക്കണ്ട. അതിന് ഒരു സമയമുണ്ട്. അതിനൊരു ഹൗല്, ഒരു കൃത്യമായി ഒരു വർഷം, ഹിജ്റി കലണ്ടർ അനുസരിച്ച് ഹിജ്റ വർഷം, ഒരു വർഷം തികയുക എന്നുള്ളതാണ് അതിനുള്ള പറയപ്പെട്ട സമയം. ഇനി എന്തിനാണ് സക്കാത്ത്? അപ്പൊ എന്താണ് സക്കാത്ത് എന്ന് നമ്മൾക്കറിയാം. എന്തിനാണ് സക്കാത്ത്? ഖുദ് മിൻ അംവാലിഹിം സദഖ തുതഹിറുഹും വതുസക്കിഹിം ബിഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് തൗബയിലെ 103-ാമത്തെ വചനത്തിലൂടെ നമ്മൾ അറിയിക്കുന്നു, ഖുദ് മിൻ അംവാലിഹിം സദഖ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടാണ് അല്ലാഹുവിന്റെ കൽപ്പന. ഖുദ്, പിടിക്കൂ,
പിടിച്ചെടുക്കുക. മിൻ അംവാലിഹിം, അവരുടെ സമ്പത്തിൽ നിന്നും സ്വതക്ക, ഒരു സ്വതക്ക, ഒരു നിർബന്ധമായ ദാനം. എന്തിനു വേണ്ടിയിട്ടാണ്? തുതഹിറുഹും വതുസക്കിഹിം ബിഹാ, അവരെ അതുപയോഗിച്ചുകൊണ്ട് സംസ്കരിക്കാനും ശുദ്ധീകരിച്ചെടുക്കുവാനും വേണ്ടി. ഇതൊരു ശുദ്ധീകരണമാണ്. സക്കാത്ത് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ശുദ്ധീകരണം എന്നാണ്. ഇത് നമ്മളുടെ സമ്പത്തിനെ ശുദ്ധീകരിക്കുന്നു, നമ്മളുടെ അമലുകളെ ശുദ്ധീകരിക്കുന്നു, നമ്മളുടെ ഇബാദത്തുകളെ, പ്രധാനമായും നമ്മളുടെ എല്ലാ അമലുകളെയും ശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയയാണ്. അത് വിശിഷ്യ നമ്മളുടെ സമ്പത്തിൽ നിന്നും സക്കാത്ത് കൊടുത്താൽ ബാക്കിയുള്ള സമ്പത്ത് ശുദ്ധമായി. സക്കാത്ത് കൊടുക്കാത്ത മുതൽ അത് മുഴുവനായും അശുദ്ധമാണ്, അത് നിഷിദ്ധവുമായി തീരും. അപ്പോൾ നിർബന്ധമായും നമ്മൾ ചിന്തിക്കുക, നമ്മൾ സക്കാത്തിന് അർഹരാണെങ്കിൽ അത് നമ്മൾ കൊടുത്തു വീട്ടിയേ മതിയാകും. ഇല്ലാത്ത പക്ഷം അത് നമുക്കെതിരായി തന്നെ വരും. അതാണ് അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്ത് തൗബയിൽ തന്നെ 34-35 വചനങ്ങളിലൂടെ നമ്മൾ അറിയിക്കുന്നത്. വല്ലദീന യക്നിസൂന അദ്ദഹബ വൽ ഫിദ്ദ, ഏതൊരുവനാണോ സ്വർണവും വെള്ളിയും കുന്നുകൂട്ടി വെക്കുന്നത്. അന്ന് സ്വർണവും വെള്ളിയുമാണ് പ്രധാനപ്പെട്ട ഉപാധികൾ, നമുക്കറിയാം, ദിർഹവും ദീനാറും. ഈ ദിർഹവും ദീനാറും സ്വർണവും വെള്ളിയും ഏതൊരുവൻ കുന്നുകൂട്ടി വെച്ച് വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ്, അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവഴിക്കേണ്ട രീതിയിൽ അത് ചെലവഴിക്കാതെ കൂട്ടിവെച്ചു, ഫബശ്ശിർഹും ബിഅദാബിൻ അലീം, അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ടെന്ന് സന്തോഷ വർത്തമാനം അറിയിക്കൂ റസൂലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പരിഹാസ രൂപേണ പറയുന്നുണ്ട്. സന്തോഷ വാർത്തയല്ല ശിക്ഷ, വേദനയേറിയ ശിക്ഷ, അള്ളാഹുവിന്റെ ശിക്ഷ. അതിനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിട്ടില്ല, നമ്മളത് മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ ഗൗരവം അത്ര തന്നെ നമുക്ക് ബോധ്യപ്പെടണമെന്നില്ല. പക്ഷേ ഇന്ന റബ്ബക, അള്ളാഹുവിന്റെ പിടുത്തം, ഇന്ന ബത്ഷ റബ്ബിക ലശദീദ്, അള്ളാഹുവിന്റെ ശിക്ഷ, അള്ളാഹുവിന്റെ പിടുത്തം അതികഠിനമായിരിക്കും, നമ്മൾ ആർക്കും ഊഹിക്കാൻ കഴിയാത്ത രീതിയിൽ. അപ്പോൾ അത്രയും വേദനാജനകമായ ശിക്ഷ ഈ കുന്നുകൂട്ടി വെക്കുന്ന, ശേഖരിച്ചു വെക്കുന്ന ആളുകൾക്കുണ്ട്. അത് ചെലവഴിക്കേണ്ട രീതിയിൽ ചെലവഴിക്കാതെ, അതായത് നിർബന്ധ ദാനമായ സക്കാത്ത് കൊടുക്കാതെ അത് കൂട്ടിവെച്ച ആളുകൾക്ക് വേദനയേറിയ ശിക്ഷയുണ്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു തആല. യൗമ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നം, ആ നരകത്തീയിലിട്ട് അതിനെ എന്ത് ചെയ്യും? ചൂടാക്കിയിട്ട് അവരുടെ നെറ്റിത്തടങ്ങളിലും അവരുടെ പാർശ്വങ്ങളിലും അവരുടെ പുറം ഭാഗത്തും എല്ലാം ഇതുപയോഗിച്ച് അള്ളാഹു പൊള്ളിക്കും. അള്ളാഹു ചൂട് വെച്ച് പൊള്ളിച്ചുകൊണ്ടേയിരിക്കും. എന്നിട്ട് അവരോട് പറയപ്പെടും, ഹാദാ മാ കനസ്തും ലിഅൻഫുസികും, ഇതാണ് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സൂക്ഷിച്ചു വെച്ചിരുന്നത്, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ശേഖരിച്ചു വെച്ചില്ലേ, അതന്നെയാണിത്. ഫദൂഖു മാ കുൻതും തക്നിസൂൻ, അതുകൊണ്ട് നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക. നിങ്ങൾ ഈ ശേഖരിച്ച് കൊന്നുകൂട്ടി വെച്ചതേ നിങ്ങൾ ആസ്വദിച്ചു കൊള്ളൂ. ഇതാണ് നിങ്ങൾക്ക് ഉള്ളത്. നിങ്ങൾ ആ ശേഖരിച്ചു വെച്ചതുകൊണ്ട് ഈ ഒരു ഉപകാരം മാത്രമേ നിങ്ങൾക്കുള്ളൂ. എന്തുപകാരം? വേദനയേറിയ ശിക്ഷ മാത്രം. സഹോദരങ്ങളെ, സൂക്ഷിക്കുക, വളരെ ശ്രദ്ധിക്കുക. വളരെ ചെറിയ ഒരു തുക മാത്രമേ നമ്മൾ ആ സക്കാത്ത് കൊടുക്കേണ്ടതുണ്ടെങ്കിൽ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് ബൈന റജുൽ വബൈന ശിർക്ക് വൽ കുഫ്ർ തർക്കു സ്വലാ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവെങ്കിൽ, ഷിർക്കിന്റെയും കുഫ്റിന്റെയും ഇടയിൽ ഉള്ളത് നമസ്കാരം ഉപേക്ഷിക്കലാണ് എങ്കിൽ അതുപോലെ തന്നെയാണ് സക്കാത്ത് ഉപേക്ഷിക്കലും, അതുപോലെ തന്നെയാണ് സക്കാത്തിനെ നിഷേധിക്കലും എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇനി എന്താണ് ഈ സക്കാത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മൾ അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ? അൽ അംവാലുല്ലതി തജിബു ഫിഹാ സക്കാത്ത്, എന്തൊക്കെ തരം സമ്പത്തിലാണ് സക്കാത്ത് നിർബന്ധമാകുന്നത്? ഒന്നാമതായി ഭൂമിയിൽ വിളയുന്ന ധാന്യങ്ങളും അതുപോലെ തന്നെ ഫലവർഗ്ഗങ്ങളും. അത് കൃഷിയായി ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ ഈ രീതിയിൽ സക്കാത്ത് കൊടുക്കാനോ മാത്രമുള്ള ആ ഒരു അളവിൽ, അതേതാണ് അളവ്? ആ അളവെന്ന് പറയുന്നത് രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് തുടർന്ന് നമുക്ക് അതിനെ സംബന്ധിച്ച് പറയുമ്പോൾ വിശദമായി പറയാം. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളോട് ആവശ്യപ്പെടുന്നത് വആതു ഹഖ്ഖഹു യൗമ ഹസാദിഹി, വിളവെടുക്കുന്ന സമയത്ത് അത്രയും ഈ സക്കാത്ത് കൊടുക്കേണ്ട മുതൽ നമുക്കുണ്ട് എങ്കിൽ, അങ്ങനെ കൊടുക്കേണ്ട അവസ്ഥയുണ്ട് എങ്കിൽ എന്തു ചെയ്യണം? ആ വിളവെടുപ്പിന്റെ സമയത്ത് സക്കാത്തായി കൊടുക്കണം. ഏതുപോലെ, എങ്ങനെയാണ് ആ വിളവെടുപ്പിന്റെ സമയത്ത് കൊടുക്കേണ്ടത്? ഫിമാ സഖത്തിസ് സമാ ഔ കാന ഉസരിയൻ അൽ ഉശ്ർ, അതായത് വെള്ളം നമുക്ക് ലഭിക്കുന്നത് നമ്മൾ സ്വയം വെള്ളം ജലസേചനം ചെയ്യാതെ ലഭിച്ചതാണ് എങ്കിൽ അതിനൊരു 10, അതിന്റെ 10-1. അതുപോലെ തന്നെ നമ്മൾ സ്വയം ചെയ്തതാണെങ്കിൽ അതിന്റെ 5-ൽ 1 ഭാഗവുമാണ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ അത് സാധാരണഗതിയിൽ അങ്ങനെ വലിയ തോതിൽ കൃഷി ചെയ്യുന്നവർക്കാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. എന്നാൽ അടുത്തതായി വരുന്നത് ഇതാണ് നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത്. അസ്സഹബ് വൽ ഫിദ്ദ വൽ ഔറാഖ് അൻ നഖദിയ, കറൻസി, സ്വർണം, വെള്ളി,
ഈ ഒരു വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം തീർച്ചയായും യാതൊരു സംശയവുമില്ലാതെ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. സ്വർണത്തിനും വെള്ളിക്കും അതുപോലെ തന്നെ കറൻസിക്കും എല്ലാം സക്കാത്തുണ്ട്. ഇത് എങ്ങനെയാണ്, ഏത് തോതിലാണ്, എങ്ങനെയാണ് നമ്മൾ കൊടുക്കേണ്ടത്? സ്വർണത്തിന്റെ കണക്ക് നമുക്കറിയാം, 85 ഗ്രാമാണ്. 20 ദീനാർ, 20 ദീനാറാണ് അതിന്റെ കണക്ക്. അത് നമ്മളുടെ കണക്കിലേക്ക് വരുമ്പോൾ 85 ഗ്രാം സ്വർണമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. 10.5 പവനാണ്. ഈ 10.5 പവൻ തികഞ്ഞാൽ, 85 ഗ്രാം തികഞ്ഞാൽ സക്കാത്ത് നിർബന്ധമായി. 85ന്റെ വരെ നമുക്ക് സൂക്ഷിക്കാമെന്നല്ല, 85 തികഞ്ഞു എങ്കിൽ സക്കാത്ത് നിർബന്ധമായി. അതിന്റെ 2.5% എത്രയാണ് ഇന്ന്? അതിന്റെ തുക എത്രയാണ്? ഇത് കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ, മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ കൊടുക്കുന്ന സമയത്ത് എന്താണോ ആ സമയത്ത് അതിനനുസരിച്ചുള്ള തുക, അതിന്റെ 2.5% നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ വെള്ളിക്ക് ഹംസത്തു ഔറാഖ്, അതിന്റെ ഇന്നത്തെ ഒരു കണക്കനുസരിച്ച് 595 ഗ്രാമാണ്. 595 ഗ്രാം വെള്ളി ഉണ്ടെങ്കിൽ അതിന്റെ 2.5% കണക്കാക്കി നമ്മൾ കൊടുക്കണം. നമ്മളുടെ കറൻസിയും വെള്ളിയുടേതുമായി തുലനം ചെയ്തിട്ടാണ് ഉലമാക്കൾ പറയാറ്. കറൻസിയുടെ, നമ്മളുടെ കയ്യിലുള്ള പണം, ആ പണത്തിന്റെ സക്കാത്ത്, അതിന്റെ നിസാബും ഹൗലും, ഈ 2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാം. സക്കാത്ത് നമ്മളുടെ മേൽ നിർബന്ധമാകുന്നത് എപ്പോഴാണ്? നമ്മൾ മുസ്ലിം ആയിരിക്കുമ്പോൾ, നമ്മൾക്ക് നിസാബ് തികയുമ്പോൾ, ഹൗൽ എത്തുമ്പോൾ. ഈ 3 കാര്യങ്ങൾ. ഒന്ന്, നമ്മൾ മുസ്ലിമാണ്, അതിലാർക്കും സംശയമില്ല, മുസ്ലിങ്ങൾക്ക് സക്കാത്ത് നിർബന്ധമുള്ളൂ. രണ്ടാമതായി നിസാബാണ്. എന്താണ് നിസാബ്? എപ്പോഴാണ് നമ്മൾ ഈ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാകുന്നത്? അത് ആ ഒരു അളവാണ് നിസാബ്. ആ അളവ് തന്നെയാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്വർണത്തിന്റെ നിസാബാണ് 85 ഗ്രാം. ഈ പറഞ്ഞ വെള്ളിയുടെ നിസാബാണ് 595 ഗ്രാം. ഈ വെള്ളിയുടെ നിസാബിനനുസരിച്ചിട്ട് തന്നെയാണ് കറൻസിയുടെയും നിസാബ് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ 595 ഗ്രാം വെള്ളിയുടെ തുക എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ 1,75,525 രൂപയാണ്. അപ്പോൾ എന്ത് മനസ്സിലാക്കാം? ഈ പറഞ്ഞ 1,75,525 രൂപ നമ്മളുടെ കൈവശം, നമ്മളുടെ ചിലവുകളും നമ്മളുടെ സ്വാഭാവികമായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള നമ്മളുടെ നഫക്കത്ത്, അതിന് ശേഷം നമ്മളുടെ കൈവശം ബാക്കിയുണ്ട് എങ്കിൽ, അത് ഈ പറഞ്ഞ തുക ഒരു വർഷം കഴിഞ്ഞ തവണ നമ്മൾ സക്കാത്ത് കൊടുത്ത് ഒരു ഹിജ്റ വർഷം കടന്നു പോയിട്ടുമുണ്ട് എങ്കിൽ നമ്മൾ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. അപ്പോൾ എന്താണ് മനസ്സിലായത്? 1,75,525, അത് ഇന്നത്തെ കണക്കാണ്. ഈ പറഞ്ഞ 295 രൂപയാണ് ഇന്ന് ഒരു ഗ്രാം വെള്ളിക്കുള്ളത്. അപ്പോൾ ഈ ഗ്രാം വെള്ളി എപ്പോഴാണോ നമ്മൾ കൊടുക്കുന്നത്, അതിന്റെ എത്ര ഗ്രാം ഉണ്ടെന്ന് കണക്കാക്കി അതേ ഗുണം 595 ചെയ്ത് അതെത്രയാണോ തുക, ആ തുക നമ്മളുടെ കയ്യിലുണ്ടോ, അതിന്റെ 2.5% സക്കാത്ത് കൊടുക്കൽ നമുക്ക് നിർബന്ധമാണ്. അതിന്റെ വളരെ നിസ്സാരമായ ഒരു തുകയാണ് 4,388. ഇന്നത്തെ കണക്കാണെങ്കിൽ നമ്മൾ ഇത്രയും തുക നമ്മളുടെ കൈവശം ഉണ്ടെങ്കിൽ കൊടുക്കേണ്ടത് 4,388 രൂപ മാത്രമാണ്. സഹോദരങ്ങളെ, ഇത്രയും നിസ്സാരമായ ഒരു കാര്യമാണ് അള്ളാഹു നമ്മളോട് ആവശ്യപ്പെടുന്നത്. അത് നമ്മൾ മനസ്സിലാക്കുക. അതിന്റെ പേരിൽ നരകത്തിൽ പോകേണ്ടി വരുന്ന ഒരു അവസ്ഥ എത്രമാത്രം പരിതാപകരമായിരിക്കും. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുക, കൃത്യമായ കണക്ക് നോക്കി തന്നെ നമ്മൾ കൊടുക്കുക. കാരണം ഇത് നമ്മളുടെ പരലോക ഭാവിയെ ബാധിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടു കൂടി ഈ വിഷയം നമ്മൾ കൈകാര്യം ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ പറഞ്ഞ സക്കാത്ത് ഏതെല്ലാം സമ്പത്തിലാണ് ഉണ്ടാകുന്നത്. അതുപോലെ ഈ സ്വർണം, വെള്ളി, കറൻസി, അതുപോലെ തന്നെ ഉറൂദു തിജാറ, കച്ചവട ചരക്കുകൾ, ബഹീമത്തുൽ അൻആം, കന്നുകാലികൾ. കച്ചവട ചരക്കാണെങ്കിലും നമ്മൾ ഈ കറൻസിയുടെ തുലനം ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ സക്കാത്ത് കൊടുക്കാം. ബഹീമത്തുൽ അൻആം കന്നുകാലികളാണ്. കന്നുകാലികൾക്കൊക്കെ ഓരോ കണക്കുകളുണ്ട്. അത് പശുവാണെങ്കിൽ, ഒട്ടകമാണെങ്കിൽ, ആടാണെങ്കിൽ പല കണക്കുകളുമുണ്ട്. എന്തായാലും അത്രയും വലിയ രീതിയിൽ കന്നുകാലികളെ വളർത്തുന്നവർക്ക് മാത്രമേ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതുള്ളൂ. അപ്പോൾ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് സ്വർണം, വെള്ളി, കറൻസി, ഈ 3 വിഷയത്തിൽ, ഈ 3 സമ്പത്തിന്റെയും വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക, വളരെയധികം ശ്രദ്ധിക്കുക. ഇനി അതിന്റെ ഷർത്തുകളിൽപ്പെട്ട ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അൽ മിൽക്കു താം ലിൽ മാൽ. ഈ സമ്പത്ത് നമ്മളുടെ സ്വന്തമായിരിക്കണം. സ്വന്തമായ സമ്പത്തുള്ളയാൾക്കേ സക്കാത്തുള്ളൂ. മറ്റു പലരുടെയും സമ്പത്ത് നോക്കി നടത്തുന്ന ആളുകളുണ്ടാവും. അനാഥകളുടെയും അഗതികളുടെയും സമ്പത്ത് അവർ പ്രായപൂർത്തിയാകാത്തത് കൊണ്ട് അതിന്റെ പേരിൽ അവരുടെ കഫാലത്ത് ഏറ്റെടുത്തത് എന്നുള്ള നിലക്കൊക്കെ
നോക്കി നടത്തുന്നവരുണ്ടാവും. അവർക്കൊന്നും അവരുടെ പേരിൽ ഇത് നിർബന്ധമാകുന്നില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ബുലൂഗ് നിസാബ് മളിയുൽ ഹൗൽ, അല്ലെങ്കിൽ ഈ ഹൗൽ എത്തുക, നിസാബ്, ഈ രണ്ടു കാര്യങ്ങളാണ്. ഈ രണ്ടു കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. രണ്ട് കാര്യങ്ങൾ, നിബന്ധനകളിൽ പ്രധാനപ്പെട്ട രണ്ടു കാര്യങ്ങൾ. ഒന്ന് ഹൗല്, രണ്ട് നിസാബ്. ഹൗൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഒരു ഹിജ്റ വർഷം കടക്കണം. നമ്മൾ എപ്പോഴാണ് അവസാനമായി സക്കാത്ത് കൊടുത്തത്? അത് കഴിഞ്ഞ് ഒരു ഹിജ്റ വർഷം കഴിഞ്ഞാൽ ഹൗലായി. എന്നാൽ ഹൗലായതുകൊണ്ട് മാത്രം സക്കാത്ത് നിർബന്ധമാകുന്നുണ്ടോ? ഇല്ല. നിസാബ് കൂടി തികയാണ്. ഒരാളുടെ കയ്യിൽ ഈ ഒരു വർഷം കഴിഞ്ഞു, പക്ഷെ നിസാബ് എത്തിയിട്ടുള്ള ഒന്നുമില്ല അയാളുടെ കയ്യിൽ. നേരത്തെ പറഞ്ഞതുപോലെ 1,75,500 ചില്ലാനം രൂപ, അതിന് താഴെ, അതിനും വളരെ കുറവേ അയാളുടെ കൈവശമുള്ളൂ. അയാളുടെ മേൽ സക്കാത്ത് നിർബന്ധമില്ല. അപ്പോൾ ഹൗല് തികഞ്ഞു, ഒരു വർഷം തികഞ്ഞു, സക്കാത്ത് കൊടുക്കൽ ബാധ്യസ്ഥരായിട്ടുള്ള ആ അളവിലുള്ള തുകയിലും അയാൾ എത്തിക്കഴിഞ്ഞു. ഈ രണ്ടുമായെങ്കിൽ മാത്രമേ ഒരാളുടെ മേൽ സക്കാത്ത് നിർബന്ധമുള്ളൂ. അതും എത്രയേ കൊടുക്കേണ്ടതുള്ളൂ? വെറും 2.5%. അത് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി ഇത് നമ്മൾ കണക്കാക്കുക. സാധാരണയായി റമദാൻ മാസത്തിലാണ് ഇത് നമ്മൾ ശ്രദ്ധിക്കാറ് സാധാരണയായി എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ വിഷയം ഈ സാന്ദർഭികമായി നമ്മൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഈ രീതിയിൽ സൂക്ഷ്മമായി മുന്നോട്ട് പോവുക. കാരണം അള്ളാഹുവിന്റെ അടുക്കൽ സ്വർഗം അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത്, സ്വർഗത്തെ പറ്റി എല്ലാം പറയുമ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കും, മുത്തഖീൻ, തഖ്വയുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. അത് എളുപ്പം കിട്ടാവുന്ന ഒന്നല്ല. സ്വർഗം എന്ന് പറഞ്ഞാൽ എളുപ്പം നമുക്ക് ഓടിക്കേറാവുന്ന ഒരു ഭവനമല്ല. ദാറുസ്സലാം, അല്ലാഹു യദഉ ഇലാ ദാരിസ്സലാം. അള്ളാഹു നമ്മളെ ക്ഷണിക്കുന്നത് ആ സമാധാനത്തിന്റെ ഭവനത്തിലേക്കാണ്, ശാശ്വതമായ സമാധാനത്തിന്റെയും സുഖൈശ്വര്യങ്ങളുടെയും ആ ഒരു ലോകത്തേക്കാണ്. അപ്പോൾ അവിടേക്കാണ് നമ്മളുടെ യാത്ര. അതിനുവേണ്ടി സൂക്ഷ്മമായി നമ്മൾ തയ്യാറെടുക്കുക. അള്ളാഹുവിന്റെ നിർബന്ധമാക്കിയ അവന്റെ ഹുദൂദുകളെ ലംഘിക്കാതിരിക്കുക. അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളിലേക്ക് പോകാതെ അവന്റെ ഹലാലിലൂടെ മാത്രം, അള്ളാഹു ഹലാലാക്കിയ കാര്യങ്ങളിലൂടെ ബറക്കത്ത് തേടിക്കൊണ്ട്, ഹറാമുകളെ ഒഴിവാക്കിക്കൊണ്ട്, അള്ളാഹുവിന്റെ കൽപ്പനകൾ ശിരസ വഹിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാ നിലക്കുമുള്ള തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വകഫാ വസ്സലാത്തു വസ്സലാം അലാ നബിയിൽ മുസ്തഫ വഅലാ ആലിഹി വഅസ്ഹാബിഹി അഹ്ലിൽ വഫാ വതാബിഈൻ വമൻ ബിഹുദാഹും ഇക്തഫ. ഏറ്റവും പ്രിയപ്പെട്ട സത്യവിശ്വാസി സഹോദരങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിൻ പരമാവധി കാത്തു സൂക്ഷിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ റമദാനിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നോമ്പെടുക്കൽ അല്പം പ്രയാസകരമാണ്. എങ്കിലും അള്ളാഹുവിൻ്റെ അടുക്കൽ ആ പ്രയാസപ്പെടുന്നതിനനുസരിച്ചുള്ള പ്രതിഫലവും ഇൻഷാ അല്ലാഹ് നമുക്കുണ്ട് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാവണം. നമ്മളുടെ കാലിൽ ഒരു മുള്ളു തറച്ചാൽ പോലും അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലമുണ്ട്. നമ്മൾ സഹിക്കുന്ന ഓരോ ദുഃഖത്തിനും മനക്ലേശത്തിനും പോലും നിസ്സാരമെന്ന് നമ്മൾ കരുതുന്ന, നമ്മളുടെ മനസ്സിനെ വല്ലാതെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളും, അതിൽ ക്ഷമ പാലിക്കുമ്പോൾ നമുക്കതിനും പ്രതിഫലമുണ്ട് ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് തന്നെ നമ്മൾ തളരാതെ അള്ളാഹുവിൽ അടിയുറച്ച വിശ്വാസത്തോടുകൂടി അത് മാത്രം കൈമുതലാക്കി മുന്നോട്ട് പോകുക. ഈ സമയത്ത് നമ്മളുടെ ഇബാദത്തുകളെ നമ്മളിൽ നിന്നും തെറ്റിച്ചു കളയാനുള്ള പല വിഷയങ്ങളും നമ്മളിലേക്ക് കടന്നു വരാം. സ്വാഭാവികമായും റമദാനിലെ പകലുകൾ നോമ്പെടുക്കുന്നത് കൊണ്ട് നമുക്ക് വളരെയധികം ആത്മീയമായിട്ടുള്ളൊരു അനുഭൂതി നമുക്ക് ആസ്വദിക്കാൻ സാധിച്ചേക്കാം. പക്ഷേ റമദാനിലെ രാത്രികളെ നമ്മൾ ശ്രദ്ധിക്കുക. നോമ്പ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്തുണ്ട്, തറാവീഹ് നമസ്കാരം. ആ തറാവീഹ് നമസ്കാരത്തിനായി നമ്മൾ സജ്ജരാവുക. നോമ്പ് തുറന്നതിന് ശേഷം അമിതമായ ഭക്ഷണം കഴിച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ ആ ഇബാദത്തിന്റെ ശ്രദ്ധയിൽ അത് ഭംഗം വരും. നമുക്ക് ഉലമാക്കൽ പഠിപ്പിച്ചു തരുന്ന 4 പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട്. സുമൂമുൽ ഖൽബ് എന്ന പേരിലാണ് അവരത് പഠിപ്പിക്കുന്നത്. ഹൃദയത്തെ വിഷം ലിപ്തമാക്കുന്ന കാര്യങ്ങളാണ്. അതായത് ഹൃദയത്തെ നമ്മളെ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നും തെറ്റിച്ചു കളയുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഓർക്കും ഇത് കേൾക്കുമ്പോൾ ഇത് ഇത്ര വലിയ സംഭവമാണോ, അല്ലെങ്കിൽ ഇത് ഇത്ര വലിയ അപകടകരമായ രീതിയിൽ നമ്മളെ തെറ്റിച്ചു കളയുന്ന കാര്യങ്ങളാണോ എന്ന്. എന്നാൽ യഥാർത്ഥത്തിലാണ്.
ഏതൊക്കെയാണെന്ന് അറിയുമ്പോൾ നമുക്ക് മനസ്സിലാകും. അതിൽ പ്രധാനപ്പെട്ട കാര്യം ഫുദൂലു ആം, അമിതമായ ഭക്ഷണം. ഈ അമിതമായ ഭക്ഷണം കൊണ്ട് നമുക്ക് തന്നെ അനുഭവസ്ഥരാണ്. റമദാനിന്റെ പകലിൽ കിട്ടുന്ന അനുഭൂതി ഒരു പക്ഷേ നോമ്പ് തുറന്നതിന് ശേഷം പതുക്കെ അങ്ങ് നഷ്ടപ്പെടുകയാണ്, അലസത വരികയാണ്. തറാവീഹ് എഴുന്നേറ്റ് നമസ്കരിക്കാനും ദീർഘമായി നിൽക്കുവാനോ സുജൂദിൽ പോകുവാനോ അല്ലെങ്കിൽ ഒക്കെ ഒരു പ്രയാസം തോന്നുന്ന രീതി, അല്ലെങ്കിൽ ഉറക്കം വരിക, ഒരു അലസത ബാധിക്കുക, ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന വിഷയങ്ങളാണ്. കാരണം അള്ളാഹുവിന്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. അവിടെ അലസമായിട്ടുള്ള നിൽപ്പല്ല, തീർച്ചയായിട്ടും വളരെ ഏകാഗ്രതയോടുകൂടി ശ്രദ്ധയോടുകൂടി അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കേണ്ടവരാണ് നമ്മൾ. ഇത് നമ്മളൊന്ന് പരീക്ഷിച്ചു നോക്കൂ. ഭക്ഷണം വളരെ മിതമായി തന്നെ മാത്രം, അത്ര നിർബന്ധമാണ് കഴിക്കണമെന്നുണ്ടെങ്കിൽ തറാവീഹിന് ശേഷം കഴിച്ചോളൂ. തറാവീഹിനെങ്കിലും അത് ബാധിക്കാതിരിക്കുമല്ലോ. അതുകൊണ്ട് സഹോദരങ്ങളെ, സുമൂവൽ ഖൽബ്, നമ്മളുടെ ഹൃദയത്തെ അള്ളാഹുവിൽ നിന്ന് തെറ്റിച്ചു കളയുന്ന ഒരു കാര്യമാണെന്ത്? ഫുളൂലു ത്വആം. അതുപോലെ തന്നെയുള്ള 3 കാര്യങ്ങൾ മറ്റുണ്ട്. ഫുളൂലു നദർ, ആവശ്യമില്ലാത്ത അധികമായിട്ടുള്ള നോട്ടങ്ങൾ. നമ്മളുടെ കണ്ണിനെ നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ നമ്മളുടെ ഈമാനിനെ അത് ബാധിക്കും, സംശയമൊന്നുമില്ല. അതുപോലെ തന്നെ ഫുളൂലുൽ കലാം, അമിതമായ സംസാരം. ഫുളൂലുൽ മുഖാലത, അമിതമായിട്ടുള്ള സമ്പർക്കം. സമ്പർക്കം എന്ന് ഉദ്ദേശിക്കുന്നത് സംസാരത്തിൽ മുഴുകുക, ആളുകളുമായി നമ്മളുടെ സൗഹൃദവും എല്ലാം നമുക്ക് ഉണ്ട്. പക്ഷേ അതിനും ഒരു പരിധിയുണ്ട്. അതിലിങ്ങനെ വല്ലാതെ മുഴുകിപ്പോയാൽ അള്ളാഹുവിൽ നിന്നും അള്ളാഹുവിന്റെ ദിക്റിൽ നിന്നും നമ്മൾ മറന്നുപോകും. അപ്പോൾ ഈ 4 കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് നമ്മൾ ഈ ഫുളൂലു ത്വആം, അമിത ഭക്ഷണത്തിനെ മനസ്സിലാക്കേണ്ടത്. ഇത് നമ്മളുടെ നോമ്പിനെ പകൽ മുഴുവൻ നമ്മൾ ഈ അനുഷ്ഠിച്ച, പ്രയാസപ്പെട്ട് ത്യാഗം സഹിച്ച് അള്ളാഹുവിന്റെ മാർഗത്തിലെ എടുത്ത നോമ്പിന്റെ ചൈതന്യം മുഴുവനും ഒറ്റയടിക്ക് ഒരു 5 മിനിറ്റ് കൊണ്ട് നഷ്ടപ്പെടുത്താൻ ഈ ഭക്ഷണത്തിന് സാധിക്കും. അതുകൊണ്ട് തന്നെ കഴിവതും ഈ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധ പുലർത്തുക. തറാവീഹ് നമസ്കാരത്തിന് വളരെ ഓജസ്സോടുകൂടി, ഊർജ്ജസ്വലരായി അള്ളാഹുവിന്റെ മുമ്പിൽ മനസ്സാന്നിധ്യത്തോടു കൂടി നമ്മൾ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അള്ളാഹുവിനോട് ചോദിക്കാനും പറയുവാനും അള്ളാഹുവുമായിട്ടുള്ള രഹസ്യ സംഭാഷണമായ ആ നമസ്കാരത്തിൽ അതിൻ്റെതായിട്ടുള്ള ഹൃദയ സാന്നിധ്യം ലഭിക്കുവാനും എല്ലാം ഇത് കാരണമായി തീരും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ആ രീതിയിൽ തന്നെ നമ്മളുടെ ഇബാദത്തുകളിൽ നമ്മൾ മുന്നോട്ട് പോവുക. റബ്ബ് സുബ്ഹാനഹു തആല നമുക്ക് ദീനിൽ താല്പര്യവും അമൽ സ്വാലിഹാത്തുകളിൽ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു മുന്നോട്ട് വരുവാനുള്ള താല്പര്യവും എല്ലാം അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. റബ്ബ് സുബ്ഹാനഹു തആല നമ്മളുടെ എല്ലാ സൽക്കർമ്മങ്ങളും തന്നെ ഏറ്റവും പരിപൂർണമായിട്ടുള്ള രീതിയിൽ അതിന്റെ പ്രതിഫലങ്ങൾ ലഭിക്കുന്ന രീതിയിൽ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു തആല എത്തിച്ചു നൽകുമാറാകട്ടെ. ഒരു കാര്യം പ്രത്യേകം ഉണർത്തുവാനുള്ളത്, എറണാകുളം ജില്ല ISM QHLS വകുപ്പിന്റെ നേതൃത്വത്തിൽ റമളാനിന് ശേഷം ഏപ്രിൽ 5-ന് ഇൻഷാ അല്ലാഹ് നടത്താനിരിക്കുന്ന QHLS മാതൃകാ പരീക്ഷയുടെ രജിസ്ട്രേഷൻ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് സൂറത്തു ഹജ്ജാണ് അതിന്റെ സിലബസ്. അപ്പോൾ ഖുർആൻ പഠിക്കുവാനുള്ള ഈ ഒരു അവസരത്തിൽ അതിൽ നമ്മൾ പരമാവധി അതിൽ പങ്കാളികളാവുക. ഖുർആൻ പഠിച്ച് ഖുർആനിന്റെ ആളുകളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആൻ വഅല്ലമഹു, ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമരായിട്ടുള്ള ആളുകൾ. നാളെ നമുക്ക് ഒന്നുകിൽ എതിരായി അല്ലെങ്കിൽ നമുക്ക് അനുകൂലമായി ഖുർആൻ വരുമെന്നാണ്. അൽ ഖുർആനു ഹുജ്ജത്തുൽ ലക ഔ അലൈക, ഒന്നുകിൽ നമുക്ക് വേണ്ടി സംസാരിക്കാൻ ഖുർആൻ വരും, അല്ലെങ്കിൽ നമുക്കെതിരായി കൊണ്ടുവരും. ഈ ഖുർആൻ പറയും, ഇയാൾ എന്നെ പരിഗണിച്ചിട്ടില്ല അല്ലാഹുവേ എന്ന് പറയും. അല്ലെങ്കിൽ ഇയാൾ എൻ്റെ ആളായിരുന്നു, സാഹിബുൽ ഖുർആൻ, എൻ്റെ കൂട്ടുകാരനായിരുന്നു അല്ലാഹുവേ എന്നും പറയും. അപ്പോൾ ഇതിൽ ഏത് പറയണം നമ്മളെ കുറിച്ച് ഖുർആൻ എന്ന് നമ്മൾ തന്നെ തീരുമാനിക്കുക. ആ രീതിയിൽ തന്നെ ഖുർആൻ പഠനവുമായി ഇൻഷാ അല്ലാഹ് ഈ റമളാനിൽ നമ്മൾ മുന്നോട്ട് പോവുക. റബ്ബ് സുബ്ഹാനഹു തആല എല്ലാ നിലക്കുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളിൽ നിന്നും വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ സകല പാപങ്ങളും അവന്റെ അപാരമായ മഗ്ഫിറത്ത് കൊണ്ട് പുറത്ത് മാപ്പാക്കി അനുഗ്രഹിക്കട്ടെ. റബ്ബ് സുബ്ഹാനഹു തആല നമ്മളുടെ കുടുംബത്തിനും നമ്മളുടെ ഇണകളിലും അതുപോലെ തന്നെ സഹോദരങ്ങളിലും സുഹൃത്തുക്കളിലും ബന്ധുക്കളിലും എല്ലാം ഈ ഇൽമിന്റെയും ഹിദായത്തിന്റെയും പ്രകാശം അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നമ്മളിൽ നിന്നും പല നിലക്കും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സഹോദരങ്ങളുണ്ട്. ഈ റമളാനിലും ഈ കടുത്ത ചൂടിലും വല്ലാതെ ബുദ്ധിമുട്ട് കൊണ്ട് ഉപജീവന മാർഗം ലഭിക്കാതെ ഞെരുങ്ങിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല അവർക്കെല്ലാം എല്ലാ നിലക്കുമുള്ള എളുപ്പവും അതുപോലെ തന്നെ സൗകര്യവും അതുപോലെ തന്നെ അവർക്ക് മനക്കരുത്തും ഈമാനും എല്ലാം നൽകി അനുഗ്രഹിക്കട്ടെ. റബ്ബ് സുബ്ഹാനഹു തആല നമ്മളിൽ നിന്നും മരിച്ചു മൺമറഞ്ഞു പോയിട്ടുള്ള
മാതാപിതാക്കൾ, ബന്ധുമിത്രങ്ങൾ, കുടുംബങ്ങൾ, ഗുരുനാഥർ, സ്നേഹിതർ തുടങ്ങി നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരും അള്ളാഹു അവരുടെ ഖബറിടങ്ങളെ വിശാലമാക്കുകയും അവരെയും നമ്മളെയും അവന്റെ ജന്നത്തുൽ ഫിർദൗസിൽ ഒന്നിച്ചു കൂട്ടുകയും ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين في فلسطين وأذل الشرك والمشركين. اللهم دمر أعداءك وأعداء الدين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم والحمد لله رب العالمين.